ഹലോ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് മാങ്ങ വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റാണ്, പക്ഷേ ഉണ്ടാക്കാനോ ഭയങ്കര എളുപ്പവും കുറച്ച് ടൈം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാങ്ങാൻ്റെ ഉപ്പുതണ്ണി നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. പക്ഷേ നമ്മുടെ വേർഷനിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തോല് കളഞ്ഞിട്ട് എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ മാങ്ങ സീസണല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ മാങ്ങ കിട്ടും. അതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇതിനു മുമ്പ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിന് എല്ലാ മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ല ചുട്ട മുളകും, പിന്നെ വേണമെങ്കിൽ ഒരു പച്ചമുളകും, പിന്നെ അല്പം പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഞരടിയെടുക്കുക. വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ അത്രയ്ക്ക് പരിഷ്കാരമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നല്ലതുപോലെ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, എളുപ്പമാണ്. അതുകൊണ്ട് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മാങ്ങയുടെ പൽപ്പൊക്കെ ഇല്ലേ, അത് ഈ വെള്ളത്തിലേക്ക് ചേർന്നിട്ട് നല്ലതുപോലെ കലർന്നപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു വെള്ളം കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് നല്ലതുപോലെ കൈവച്ചിട്ട് ഞെരടിയെടുക്കുന്നുണ്ട്. ഉപ്പ്, പുളി, മധുരം ഇതൊക്കെ ബാലൻസ് ആവണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പരുവം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളും പെട്ടെന്ന് ഇത് ഉണ്ടാക്കി, എന്നിട്ട് ടേസ്റ്റ് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയതേ നമുക്ക് ഓർമ്മയുള്ളൂ, എപ്പോൾ തീർന്നു എന്നൊന്നും നമുക്കറിയില്ല. അതിൻ്റെ ഓരോ സ്പൂൺ വെച്ചിട്ട് കുടിക്കുമ്പോൾ പിന്നെയും കുടിക്കാനുള്ളൊരു ടെൻഡൻസി ക്രിയേറ്റ് ആവും. ഓരോ സ്പൂണും കുടിക്കുന്തോറും പിന്നെയും കുടിക്കാൻ തോന്നും. അതുകൊണ്ട് കുടിച്ച് അപ്പം തന്നെ കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.